പി.വി. അൻവർ കേരള രാഷ്ട്രീയത്തിൽ എന്താണ്? ഈ ചോദ്യത്തിന് വളരെ വൈകാതെ ഉത്തരം കിട്ടും. ഇപ്പോ UDF പി.വി. അൻവറിനെ അകത്ത് നിർത്തണോ പുറത്തു നിർത്തണോ വാതിൽക്കൽ നിർത്തണോ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ UDF എടുക്കുക എന്നുള്ളത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം ബംഗാളിൽ എതിർത്ത് നിൽക്കുന്നവർ കേരളത്തിൽ യോജിച്ചാൽ എന്താ കുഴപ്പം? കേരളത്തിൽ എതിർത്ത് നിൽക്കുന്നവർ തമിഴ്നാട്ടിൽ യോജിക്കുന്നില്ലേ? CPM കോൺഗ്രസും തമിഴ്നാട്ടിൽ യോജിക്കുന്നില്ലേ? വേറെ സംസ്ഥാനങ്ങളിൽ യോജിക്കുന്നില്ലേ? രാജസ്ഥാനിൽ യോജിക്കുന്നില്ലേ? ബീഹാറിൽ ചിലപ്പോൾ യോജിച്ചേക്കില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു സംസ്ഥാനത്ത് എതിരായി നിൽക്കുന്ന കക്ഷി മറ്റൊരു സംസ്ഥാനത്ത് വരുന്നതിന് കുഴപ്പമില്ല. തൃണമൂൽ ഒരു മതേതര കക്ഷിയാണ് എന്ന് ഇന്ത്യ മുന്നണിക്ക് ഉറപ്പായിട്ടും അറിയാം. ഇന്ത്യ മുന്നണിയിൽ ഒരു ഘടക കക്ഷി എന്ന നിലയിൽ തൃണമൂൽ UDF വരാം. ഞാൻ അതിനെക്കുറിച്ചല്ല, അത് അവര് തീരുമാനിക്കട്ടെ. പ്രശ്നം പി.വി. അൻവറിന്റെ സ്വാധീനം എന്താണ് എന്നുള്ളതാണ്. തുടക്കത്തിലേ പറയട്ടെ, ഞാൻ ഒരു കാലത്തും പി.വി. അൻവറിന്റെ ആരാധകനല്ല, ഇന്നുമല്ല. പി.വി. അൻവർ അദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത വളരെ ഗുരുതരമായ തെറ്റുകൾ, ഗുരുതരമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പി.വി. അൻവർ മാത്രം ചെയ്തതല്ല. പി.വി. അൻവർ നിയമലംഘനം മുഴുവൻ നടത്തുമ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാർ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്തു. അദ്ദേഹത്തിന്റെ തടയണയാണെങ്കിലും മറ്റ് കയ്യേറ്റങ്ങളാണെങ്കിലും ഭൂമിയിലെ വിഷയങ്ങളാണെങ്കിലും പരിസ്ഥിതി വിഷയങ്ങളാണെങ്കിലും ഒക്കെ എന്തുകൊണ്ടാണ് സർക്കാർ പിന്താങ്ങിയത്? ഒരേ ഒരു കാരണം, പിണറായി വിജയൻ മഹാൻ ഹേ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പിണറായി വിജയൻ മഹാൻ ഹേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നിയമലംഘനവും ചെയ്യാം, കൂടെ നിന്നാൽ മതി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അൻവർ തെറ്റിയ ഒരു പ്രധാന വിഷയം ഇപ്പോഴത്തെ DGPയുമായി ബന്ധപ്പെട്ടത്. ഇന്നലെ ഒരു വാർത്ത നമ്മൾ കണ്ടു. പൂരം കലക്കി DGP, ഇപ്പൊ പൂരം നാളെ വീണ്ടും വരിക. പൂരം കലക്കി DGP ഒന്നും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അയാളെ അടുത്ത ലോ ആൻഡ് ഓർഡർ DGP ആയി ഉയർത്താൻ പോവുകയാണ് എന്നാണ് നമ്മൾ കേൾക്കുന്ന വാർത്ത. ജൂൺ മാസത്തിൽ ഇപ്പോൾ പർവേഷ് സാഹിബോ ഒഴിയും. അപ്പൊ ഇദ്ദേഹം വരുമെന്നാണ്. വിചിത്രമായ കാര്യമാണ്. ഇന്നലെ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ ഒരു മന്ത്രി കെ രാജൻ, പൂരത്തിന്റെ ചാർജുള്ള തൃശ്ശൂർക്കാരനായ മന്ത്രി, ഇന്നലെ പോയി തെളിവ് കൊടുത്തിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല. പിണറായി വിജയൻ പറയാണ് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനാണെന്ന് പറയാനുള്ള തന്റെ ഒന്നും കെ രാജനുണ്ടെന്ന് ഞങ്ങൾക്കാകില്ല. കെ രാജനും CPIക്കും മറ്റേ ബിനോയ് വിശ്വത്തിനും ഇല്ല. സുനിൽകുമാർ പാവം അവിടെ കിടന്ന് അതും ഇതൊക്കെ പറയുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. എന്താ സംഭവിക്കാൻ പോണേ? ഇയാൾ DGP ആവും, ലോ ആൻഡ് ഓർഡർ. ഇയാൾ DGP ലോ ആൻഡ് ഓർഡർ ആയാൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്. അൻവർ ഉന്നയിച്ചത് അൻവർ പറഞ്ഞു എന്ന് വേറെ ആര് പറഞ്ഞു എന്ന് അവിടെ നിൽക്കട്ടെ. അൻവർ പറഞ്ഞ അതേ കാര്യം തന്നെ സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൻവർ പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ പ്രധാനം അൻവർ പറഞ്ഞ കാര്യമാണ്, പറഞ്ഞതാരാണെന്നുള്ളതല്ല. ആ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് വളരെ കൃത്യമാണ്. BJP നേതാക്കളെ, RSS നേതാക്കളെ രഹസ്യമായി പോയി കണ്ട ഈ DGP, അദ്ദേഹം ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ DGP ആയി സ്ഥാനക്കയറ്റം കിട്ടുകയാണെങ്കിൽ അതാണ് ചോദ്യം. ഇത് ഇപ്പൊ പ്രധാനമാവുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അൻവർ നടത്തിയ ഒരു കരുനീക്കമാണത്. കരുനീക്കം പാളുമോ പൊള്ളുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് വിജയിക്കുമോ എന്നും പറയാൻ പറ്റില്ല. അൻവർ രാജിവെക്കുകയും ഒരുപക്ഷെ ഈ 9-ാം തീയതിക്കകം അവിടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇടതുപക്ഷം 2 തവണയായി അൻവറിലൂടെ നിലമ്പൂർ പിടിച്ചതാണ്. പണ്ട് ഹംസയിലൂടെ നിലമ്പൂർ പിടിച്ചിട്ടുണ്ട്, ആര്യാടനെ തോൽപ്പിച്ചു. പക്ഷെ ഇപ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇടതുപക്ഷം മാന്യമായി തോൽക്കുകയാണെങ്കിൽ അത് അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് വരുന്നതാണ് ഒരു കാര്യം. 2, ഗവൺമെന്റിനോടുള്ള ജനവികാരമാണ്. അപ്പൊ അവിടെ ആരാ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസ്സുകാർ പിന്നെ തർക്കമില്ലാത്തൊരു നേരം കോൺഗ്രസ് തർക്കിച്ചിരിക്കട്ടെ. തർക്കം കഴിഞ്ഞാലും ജനങ്ങൾ എന്താ തീരുമാനിച്ചാൽ അവർ വോട്ട് ചെയ്യും. അവർ ചെയ്യേണ്ട പണി അവർ ചെയ്യും. അപ്പോ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാകുമോ എന്ന ചോദ്യം കേവലം അൻവറിന് വ്യക്തിപരമായി കുറെ വോട്ടുകൾ അവിടെ ഉണ്ടാവാമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അൻവറിന് സ്വാധീനിക്കാൻ കഴിയുന്ന എത്ര വോട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കുറെ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. അൻവർ ഒറ്റയ്ക്ക് നിന്ന് ഏറനാട്
കുറെ വോട്ട് പിടിച്ചതാണ്. അപ്പൊ അൻവറിന് അങ്ങനെ കുറെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ, കഴിഞ്ഞ തവണ LDF കിട്ടിയ വോട്ടുകൾ ഇത്തവണ UDF മാറ്റാൻ കഴിയുമെങ്കിൽ അത് UDF ഗുണകരമായിരിക്കും, ഒരു സംശയമില്ല. 2000 ശിഷ്ടം വോട്ടിനാണ് അൻവർ ജയിച്ചത് എന്ന് പറഞ്ഞാൽ 1500 വോട്ട് മാറ്റിയാൽ അവിടെ UDF ജയിക്കും. അന്നത്തെ വോട്ടിംഗ് പാറ്റേൺ അതുപോലെ നിൽക്കുകയാണെങ്കിൽ. അതിനിടയ്ക്ക് ഗവൺമെന്റിനോടുള്ള വികാരം അത് എതിരാണോ അനുകൂലമാണോ എന്നുള്ളതൊക്കെ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അൻവർ UDF ഗുണമാവുമോ ദോഷമാവുമോ എന്നത്, UDF സംബന്ധിച്ചിടത്തോളം ദോഷമൊന്നും ഉണ്ടാവുമ്പോൾ അൻവറിനെ കൊണ്ട്. കാരണം അൻവറിനെ ഇനി മോശക്കാരനാണെന്ന് പറയാൻ പിണറായി വിജയന് പറ്റില്ലല്ലോ. 9 കൊല്ലം കൂടെ കൊണ്ടിടുന്ന ആളല്ലേ. 9 കൊല്ലം കൂടെ നടന്ന ഒരു MLA മോശക്കാരനാണെന്ന് എന്താ പറയാൻ പറ്റുക? മാറിയത് മോശമാണെന്ന് പറയാം, അതിനപ്പുറത്ത് പറയാൻ പറ്റില്ല. അയാൾ പണ്ടേ മോശക്കാരനാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് അൻവർ UDF വരുന്നത്, അല്ലെങ്കിൽ UDF പിന്തുണയ്ക്കുന്നത് UDF ഗുണകരമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എല്ലാ അർത്ഥത്തിലും. കാരണം 10 വോട്ടെങ്കിൽ 10 വോട്ട് മാറിയാൽ UDF ഗുണമാണ്. ചെറിയ വോട്ടിനാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നല്ല ഭൂരിപക്ഷത്തിന് UDF ജയിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അൻവറിന് കാര്യമായ സ്വാധീനം അവിടെ ഉണ്ട് എന്ന് വരികയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം, അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ കേരളീയ സമൂഹത്തിൽ, ചുരുങ്ങിയ നിലമ്പൂർ മണ്ഡലത്തിലെങ്കിലും കുറെ ആളുകൾ വിശ്വസിക്കുന്നുവെന്നാണ്. അത് ആയിരിക്കും ഇതിന്റെ രാഷ്ട്രീയ ചോദ്യം. അതൊരു പക്ഷേ CPIക്ക് പോലും മറുപടി പറയേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്. കാരണം അൻവർ ഉന്നയിച്ച കാര്യം കേരളത്തിലെ ജനങ്ങളിൽ നല്ലൊരു പങ്കിന് വിശ്വാസമുണ്ടെങ്കിൽ, DGP അജിത് കുമാർ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച്, അത് അവരുടെ BJP RSS ബന്ധത്തെ സംബന്ധിച്ച് ഒക്കെ നമുക്കറിയാം. പോലീസ് സേനയിൽ ഇപ്പൊ ജയിൽ ഉദ്യോഗസ്ഥർ ഈ കഴിഞ്ഞ ദിവസം കുമരകത്തൊരു യോഗം കൂടി. അവരാരും പരസ്പരം അറിയുന്ന ആളുകളല്ല എന്ന് പറയുന്നത്. കൊല്ലത്തുനിന്നും, അല്ലെ തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്നും, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും, തൃശ്ശൂർ വിയ്യൂരിൽ നിന്നും, കോഴിക്കോട് നിന്ന്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഒന്നിച്ചു കൂടി. അവിടെ എന്ത് ആളുകളാ കൂടിയത്? എല്ലാം BJP അനുഭാവികളായ ഉദ്യോഗസ്ഥരാണ്. BJP അനുഭാവികളായ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ വന്ന് കൂടിയത്? ആരും അതിൽ ഇടപെട്ടിട്ടുണ്ട്. BJP അനുഭാവികളായ ആളുകളെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ പരിചയമില്ല. അതുകൊണ്ട് അൻവർ ഉന്നയിക്കുന്ന വിഷയം വളരെ ഗൗരവമാണ്. IAS ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഹിന്ദു മലയാളി ഗ്രൂപ്പ് ഉണ്ടാക്കിയ IAS ഉദ്യോഗസ്ഥൻ ഇപ്പോഴും കേരള സർവീസിലുണ്ട് എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ സ്വാധീനം പിണറായി വിജയന്റെ ഭരണത്തിൽ പലയിടത്തും വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അൻവറിന്റെ ആരോപണം. ആ ആരോപണം ഗൗരവമായി എടുത്തില്ല എങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും.